ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ജാർ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ജാർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊന്നും ജാറൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ന്യൂട്ടെല്ലൻ്റെ ഒക്കെ ഒഴിഞ്ഞ ജാർ ഇരിപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലാണ് ഇന്ന് നമ്മൾ ജാർ കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ജാർ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ഒരു 3 മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് കളറിലുള്ള വാനില എസൻസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡാർക്ക് കളറിലുള്ള എസൻസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാരയുടെ അളവ് എടുത്തിട്ടുള്ളത് 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെയാണ് കേട്ടോ ഉള്ളത്. അത് കുറേശ്ശെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ സ്പാറ്റിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മൾ മുട്ട പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോയിട്ട് കേക്ക് ഹാർഡായി പോവും. അപ്പോൾ ഇതുപോലെ ഒരു 2-3 ബാച്ചായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. 30 മിനിറ്റും കൊണ്ട് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷയും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുള്ള ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെക്കാം. 1:2 റേഷ്യോയിലാണ് കേട്ടോ ഞാൻ ഗണാഷ് ഉണ്ടാക്കുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗണാഷയാണ് റെഡിയാക്കുന്നത്. ഇനി കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് ഗണാഷ് റെഡിയായി വന്നോളും. പിന്നെ ഇതിലേക്ക് ഞാൻ ക്രീം എടുത്തിട്ടുള്ളത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് ഈ ഒരു പാക്കിൽ തന്നെയാണ്. ഈ പാക്കിൽ നിന്ന് ക്രീം ഒഴിവാക്കാറില്ല. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ ഒരു പാക്കിൽ നിന്ന് എടുക്കുന്നത്. ഇനിയും ഒരു പ്രാവശ്യം കൂടെ എടുക്കാനുള്ളതുണ്ട്. അപ്പോൾ ഞാനിതുപോലെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ ക്രീം. ഇതിപ്പോൾ 1/2 kg ഉള്ളൂ കേട്ടോ ക്രീം. അപ്പോൾ 1 kg ആയാലൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ സൂക്ഷിക്കാറുള്ളത്. ഫിയോണൻ്റെ ക്രീം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീം തന്നെയാണ്. അതും ഞാൻ ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ഒരു പാക്കിൽ തന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ന്യൂട്ടെല്ലൻ്റെ ഒഴിഞ്ഞ ജാറാണ് എടുത്തിട്ടുള്ളത്. 4 ജാർ എടുത്തിട്ടുണ്ട്. ഇനി ജാറിൻ്റെ ഷേപ്പിൽ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ റൗണ്ടിലല്ല കട്ട് ചെയ്തെടുക്കേണ്ടത്. ന്യൂട്ടെല്ലൻ്റെ ജാറിൻ്റെ അടിഭാഗമൊക്കെ ഒരു ഓവൽ ഷേപ്പിലല്ലേ ഉള്ളത്. ആ ഒരു ഷേപ്പിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് 2ആയിട്ട് ലെയർ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ആ ഒരു ഷേപ്പിൽ ബോട്ടിലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബോട്ടിലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നും ഇതിൻ്റെ അടിയിൽ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കാം.
ഇപ്പോൾ 4 ജാറിലും ഞാൻ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. പാലിൽ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് കേക്കിനെ വെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ ലെയറിലും നമുക്ക് കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയർ ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 ജാറിലും നമ്മളിപ്പോൾ ഇവിടെ ക്രീം പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ തിക്കായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ കേക്ക് എല്ലാ ജാറിലും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പാലൊഴിച്ചു കൊടുത്ത് എല്ലാ കേക്കും വെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഗണാഷയും നട്ട്സും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവറിലും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതുപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റിബണൊക്കെ കെട്ടി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്